കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിലെത്തിയിരുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം സംസാരിച്ചു. അതിന് തൊട്ടു പിന്നാലെ നടന്ന ഒരു നീക്കത്തിൽ ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയായ വാങ് വിയോട് സംസാരിക്കുകയും വാങ് വിയോട് ഡോവൽ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് നിന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നമ്മളായിരിക്കും. ഇപ്പോൾ നമ്മളുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുള്ള 75% പ്രശ്നങ്ങളും തീർന്നിരിക്കുന്നു. ബാക്കിയുള്ളതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. അതായത് പരസ്പര ബഹുമാനത്തോടെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന്. ഏതായാലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇന്ത്യ, ചൈന, റഷ്യ എന്നീ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റും അതിനു വേണ്ടിയിട്ട് തന്നെ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും ചൈനയ്ക്കും കാര്യങ്ങൾ ഏകദേശം ബോധ്യമാണ്. കാരണം സാമ്പത്തികമായി വലിയ തകർച്ചയെ നേരിടുകയാണ് ഇപ്പോൾ ചൈനീസ് ഭരണകൂടം. ഏതായാലും അതിനൊരു പരിഹാരമെന്ന നിലയിൽ ഈ ലോകത്ത് തന്നെ സാമ്പത്തിക ശക്തിയായി വളർന്നു വരാൻ ശ്രമിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ സാമ്പത്തിക ശക്തിയായി കുതിപ്പ് നടത്തുന്ന രണ്ട് രാജ്യങ്ങളാണ് ചൈനയും ഇന്ത്യയും. അതുകൊണ്ട് പരസ്പര സഹകരണത്തിൻ്റെ വഴികൾ തേടുകയാണ് ഇരു രാജ്യങ്ങളും. ഏതായാലും ഒന്നിച്ചു നിന്നാൽ രാജാവാകാം എന്നുള്ള ഒരു പഴമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.